അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഭയങ്കര എളുപ്പമുള്ളൊരു ചട്നി, നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്നൊരു ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. തക്കാളി നന്നായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ സവാള എടുത്ത് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, കരിവേപ്പില, അങ്ങനെ ഇത്തിരി സാധനങ്ങൾ മാത്രം. ആദ്യം തന്നെ ചട്ടി ചൂടാക്കുക. ചട്ടി ചൂടാക്കിയതിന് ശേഷം ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എന്താ പറയുക ഉള്ളി, എന്താണ് ഉണക്കമുളക്, ഇതിനെ നമ്മൾ ഉണക്കമുളകാണ് യൂസ് ചെയ്യുന്നത്, പച്ചമുളക് യൂസ് ചെയ്യുന്നില്ല. സോ ഉണക്കമുളക്, കരിവേപ്പില, വെളുത്തുള്ളി, സവാള അല്ലെങ്കിൽ ഉള്ളി, ചെറിയ ഉള്ളിയാണ് കുറച്ചും കൂടെ നല്ലത് ഉണ്ടെങ്കിൽ, ചെറിയുള്ളി, അതേപോലെ തക്കാളി, ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റുക. നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ നന്നായിട്ട് വഴറ്റുകയാണ് ചെയ്യണേ. എല്ലാം കൂടെ ഒരുമിച്ചുണ്ടാവും, ഓരോന്നോരോന്നായിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ഒരു എളുപ്പ മെത്തേഡാണ് കാണിക്കുന്നത്. സോ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റാം. നന്നായിട്ടൊന്ന് ആ തക്കാളിയൊക്കെ ഒന്ന് ഉടയുന്ന പാകമാണ് നമ്മുടെ വഴറ്റുന്ന ആ ഒരു പാകം. ഓക്കെ, സോ അത് നന്നായിട്ട് അങ്ങ് വഴറ്റി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ചൂടാറുക, അടപ്പത്ത് നിന്ന് ഇറക്കി ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടങ്ങ് അടിച്ചെടുക്കുക. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ എൻ്റെ ഏകദേശം തക്കാളി ഒരുവിധം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും, തക്കാളിയുടെ സ്കിന്ന് പോകുന്ന ഒരു പരിവാണ് ഞാൻ എടുക്കാറ്. തക്കാളിയുടെ സ്കിന്നൊന്ന് പുറത്തേക്ക് വരുന്ന രീതിയിലാവുകയാണെങ്കിൽ നന്നായിട്ട് വഴറ്റും എന്നാണ് അതിൻ്റെ അർത്ഥം. സോ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം എന്താ പറയുക, പിന്നെ നമ്മൾ ഈ പൊടി ഇടും കേട്ടോ, മഞ്ഞൾപ്പൊടി. വേറൊന്നും ഞാൻ അധികം ഇടുന്നില്ല, മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ജീരകം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞാൻ വറ്റൽമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് അതിന് ഇത്തിരി എരിവ് കുറവ് തോന്നുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി വറ്റൽമുളകിൻ്റെ ഇതും കൂടി ഇട്ടു. പിന്നെ കായം, ഇത്രയും ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക, മിക്സ് ചെയ്യാം. ഈ ചേരുവകൾ ചേർത്തതുണ്ടല്ലോ, ഈ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ കായം, അതെല്ലാം ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ചേർത്തത്, തീ ഇട്ടിട്ടല്ല. ആ ഒരു ചൂടിലത് കണ്ടോ, നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തപ്പോൾ ആ ഒരു രൂപത്തിൽ നമുക്കൊരു മഞ്ഞ കളറാണ് കിട്ടിയത്. തക്കാളി എപ്പോഴും ചുമപ്പാകുമ്പോൾ നമ്മൾ വിചാരിക്കൽ ചുമപ്പ്, ചെറിയൊരു മഞ്ഞ കളറിലാണ് കിട്ടിയത്, നമുക്ക് ഈ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ. ഇനി ലാസ്റ്റ് പ്രോസസ്സാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതെല്ലാം ആയി. ഉപ്പ് എന്നുള്ള ഘടകം നമ്മൾ ഇട്ടിട്ടില്ല. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇച്ചിരി വെളിച്ചെണ്ണയിൽ കടുകിട്ടു. കടുക് നന്നായി പൊട്ടിയപ്പോൾ ഇത്തിരി ഉള്ളി ഇടും. ഓക്കെ, ഉള്ളി നന്നായിട്ട് മൊരിയുമ്പോൾ എന്താ പറയുക, ഉള്ളി നന്നായിട്ട് മൊരിയാൻ വേണ്ടി നമുക്ക് ഉപ്പ് സഹായകമാണ്. സോ ഉപ്പ് ഞാൻ എപ്പോഴാണ് ഇടുക, ഉപ്പിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി ആ ഒരു ഉള്ളി നല്ലൊരു ചെറിയൊരു ബ്രൗണിഷ് ആവുന്ന സമയത്ത് ഞാൻ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പും കൂടെ എന്ന് വെച്ചാൽ തക്കാളി ചട്നിയും കൂടെ ഇട്ട് കൊടുക്കും. നന്നായിട്ടങ്ങ് വറ്റിക്കുക. സിമ്പിൾ, നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിയോ ദോശയോ അല്ലെങ്കിൽ മൈദ അപ്പമോ അപ്പത്തിൻ്റെ കൂടെയോ കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചട്നി റെഡി. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.